നമസ്കാരം. അവിടെ സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ സുഖം തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു കാലത്ത് കത്തുകളിലെ ആദ്യ വരി ഇതായിരുന്നു. വിശേഷങ്ങൾ അറിയുവാനുള്ള ഒരു വ്യഗ്രതയാണ്. പിന്നീട് അതിനുള്ള ഉത്തരത്തിനായി 3-4 ദിവസമുള്ള കാത്തിരിപ്പിനൊടുവിൽ ഒരു മറുപടി കത്ത് വരുന്നു. നാം ആകാംക്ഷയോടെ അത് പൊട്ടിച്ചു നോക്കുന്നു. അതിലെ ആദ്യത്തെ വരികളും ഇങ്ങനെ തന്നെയാണ്. സുഖമാണ്, നിനക്ക് സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, വിശേഷങ്ങൾ അറിയാനുള്ള വ്യഗ്രതയുള്ള ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ നോക്കി നിൽക്കെ മാഞ്ഞുപോയ ഒരു സ്നേഹപ്രതീകം STD ബൂത്തുകളായിരുന്നു. ചില്ലുകൂട്ടിന് പുറത്ത് കാത്തുനിൽക്കുന്നവരുടെ തിടുക്കത്തിൻ്റെ ശരീരഭാഷയെക്കുറിച്ച് തെല്ലും വേവലാതികളില്ലാതെ മനുഷ്യർ സ്നേഹഭാഷണങ്ങളിൽ മുഴുകിയിരുന്ന ഒരു കാലം. അകന്നു പോകുന്ന മനുഷ്യരെക്കുറിച്ചുള്ള ആകുലതകളിൽ നിന്നാണ് ടെലിഫോൺ രൂപപ്പെടുന്നത്. പിന്നീട് ആഗ്രഹം അതിമോഹമായപ്പോൾ സഞ്ചരിക്കുമ്പോഴും ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഒരുമിച്ചായിരിക്കാനുള്ള അതിൻ്റെ അതിമോഹത്തിൽ നിന്ന് മൊബൈൽ ഫോണുകളും കടന്നു വന്നു. കാലം പിന്നെയും മാറി. അവരുടെ മുഖവും പുഞ്ചിരിയും കാണുവാൻ നമ്മുടെ സ്ക്രീനിന് മുന്നിലേക്ക് നമ്മുടെ ഉറ്റവർ കടന്നു വരുന്ന തരത്തിലേക്ക് കണ്ടുപിടുത്തങ്ങളുടെ സ്വഭാവം മാറി. അകലെയായിരിക്കുന്നവർ അരികിലുള്ള ഒരു ഭാവം പകർന്നു നൽകുന്ന നന്മയുള്ള കണ്ടുപിടുത്തം. അതെ, സൗകര്യങ്ങൾ ഒരുപാട് കൂടിയപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ഒരുപാട് കൂടി. ഒരുപക്ഷെ നാം നമ്മിലേക്ക് തന്നെ, നമ്മുടെ സുഖസൗകര്യങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയിലേക്ക് മാറിപ്പോകുമ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമല്ലേ എന്ന് ചോദിക്കുവാനുള്ള ഒരു സമയം പോലും നമുക്കില്ലാതെയാകുന്നു. സമയമുണ്ടാകണം ഉറ്റവരുടെ വിശേഷങ്ങൾ അറിയുവാനായിട്ട്, അവരുടെ ജീവിതത്തെക്കുറിച്ച് അറിയുവാനായിട്ട്, അവരുടെ ദുഃഖങ്ങളെക്കുറിച്ച് അറിയുവാനായിട്ട്. അതെ, ഇടയ്ക്കെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കാം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അവിടെ സുഖമല്ലേ? ഈ ദിനം അതിനുള്ള തുടക്കമാകട്ടെ. നേരുന്നു ശുഭദിനം.